എല്ലാവർക്കും ടെസ്റ്റിംഗ് ബഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂടുതൽ ടെക്നിക്കൽ വീഡിയോസിന് വേണ്ടി എല്ലാവരും ടെസ്റ്റിംഗ് ബഡി യൂട്യൂബ് ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഡാറ്റ വാലിഡേഷൻ എന്നൊരു ടോപ്പിക്കാണ്. മൈക്രോസോഫ്റ്റ് എക്സലിൽ എങ്ങനെ ഡാറ്റ വാലിഡേഷൻ ചെയ്യാമെന്ന് നോക്കാം. ഡാറ്റ വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സലിൽ കൊടുക്കുന്ന ഡാറ്റകൾ വാലിഡ് ആണോ എന്ന് നോക്കുക. അത് വാലിഡ് അല്ലാത്ത ഡാറ്റകൾ എൻ്റർ ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. അതാണ് ഡാറ്റ വാലിഡേഷൻ. ജസ്റ്റ് വാലിഡേറ്റിംഗ് ദ ഡാറ്റ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കതിൻ്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ പറയാം, ഡാറ്റ വാലിഡേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ സെൻസ് ദാറ്റ് ഇറ്റ് ഹെൽപ്പ് അസ് അവോയ്ഡ് മിസ്റ്റേക്സ് ദാറ്റ് ക്യാൻ ബി അവോയ്ഡ്. നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്ന മിസ്റ്റേക്കുകൾ ഒഴിവാക്കാനുള്ള ഒരു വഴിയാണ് ഡാറ്റ വാലിഡേഷൻ. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു എക്സാമ്പിളിലേക്ക് പോകാം. സപ്പോസ് നമുക്കിവിടെ ഒരു ടേബിൾ കാണാം. 3 കോളംസ് ആണുള്ളത്: സീരിയൽ നമ്പർ, നെയിം, സ്കോർ. ഓക്കെ, നമുക്ക് സ്കോറൊന്നും എഴുതിയിട്ടില്ല. സ്കോർ ഇത്രയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് കുട്ടികളുടെ മാർക്ക് എൻ്റർ ചെയ്യണം. അപ്പോൾ നമുക്ക് മാർക്ക് സാധാരണയായിട്ട് 0 to 100 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഡാറ്റ എൻ്റർ ചെയ്യണവർക്ക് ചിലപ്പോൾ തെറ്റി 100ന് മേലെയൊക്കെ ഡാറ്റ പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എന്നുള്ള തെറ്റുകൾ ഒഴിവാക്കാനാണ് നമ്മൾ ഡാറ്റ വാലിഡേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഏത് കോളമാണ് നമുക്ക് ഡാറ്റ വാലിഡേറ്റ് ചെയ്യേണ്ടത് ആ കോളം സെലക്ട് ചെയ്യുക. ഇവിടെ ഡാറ്റ എന്നുള്ള ടാബിൽ ഡാറ്റ വാലിഡേഷൻ എന്നുള്ള ഒരു ബട്ടൺ കാണാം. അതിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ 3 ഓപ്ഷൻ കാണാം. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ഡാറ്റ വാലിഡേഷൻ എടുക്കുക. ഈ ഡാറ്റ വാലിഡേഷൻ എന്നുള്ള ഓപ്ഷനിൽ സെറ്റിങ്സിൽ പോയാൽ നമുക്ക് വാലിഡേഷൻ എങ്ങനെയൊക്കെ ഡാറ്റ വാലിഡേറ്റ് ചെയ്യണം എന്നുള്ള ക്രൈറ്റീരിയ സെറ്റ് ചെയ്യാം. എന്തൊക്കെ വാല്യൂ അലോ ചെയ്യണം. എനി വാല്യൂ എന്നുള്ള ഓപ്ഷൻ കാണാം. നമുക്കതിൽ വോൾ നമ്പർ കൊടുക്കാം. അതായത് പൂർണ്ണസംഖ്യകൾ മാത്രമേ നമ്മൾ അലോ ചെയ്യുന്നുള്ളൂ. പിന്നെ ഡാറ്റ എങ്ങനെയായിരിക്കണം, പല ഓപ്ഷൻ ഉണ്ട്. ബിറ്റ്വീൻ ഉണ്ട്, നോൺ ബിറ്റ്വീൻ ഉണ്ട്, ഈക്വൽ ടു ഉണ്ട്, നോട്ട് ഈക്വൽ ടു ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഉണ്ട്. നമുക്കിപ്പോൾ ബിറ്റ്വീൻ കൊടുക്കാം. ബിറ്റ്വീൻ 0 to 100 ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 0 to 100 ആണ് നമ്മുടെ ഒരു കുട്ടികളുടെ മാർക്ക് വരാൻ സാധ്യത. അതിന് മേലുള്ളത് തെറ്റിയടിക്കാനാണ് സാധ്യത. ഓക്കെ, ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഇത്രയാണ് നമ്മൾ ഡാറ്റ വാലിഡേറ്റിന് വേണ്ട സെറ്റിങ്സ്. പ്ലസ് ഇതിൽ നമുക്കൊരു കാര്യം ചെയ്യാം. എറർ അലർട്ട് എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ 100ന് മേലെ വല്ല വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ അത് എറർ മെസ്സേജ് ആയി വരാനുള്ളൊരു സെറ്റപ്പാണ്. അതിന് വേണ്ടി നമുക്കൊരു ടൈറ്റിൽ കൊടുക്കാം. ടൈറ്റിൽ കൊടുക്കണമെന്നില്ല. ഞാനിപ്പോൾ ഇൻവാലിഡ് സ്കോർ എന്നുള്ളൊരു ടൈറ്റിൽ കൊടുത്ത് ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. എന്താണ്? പ്ലീസ് ഇൻപുട്ട് 0 to 100. അത്രേ ഉള്ളൂ. പ്ലീസ് ഇൻപുട്ട് 0 to 100. 0 മുതൽ 100 വരെയുള്ള വാല്യൂ ഇൻപുട്ട് ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെ ഒരു മെസ്സേജാണ് വരികയാണ്. ഓക്കെ, ഇനി നമുക്കിവിടെ വാല്യൂസ് കൊടുത്ത് നോക്കാം. ആബേൽ മെരിയ 45, കുഴപ്പമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്തത് 58, 32, 86, 95, 75, 47, 90, 83, 82, 59. ഇത്രയും വാല്യൂസ് കൊടുത്തു. ഇപ്പോൾ ഒരു കുഴപ്പവും കണ്ടില്ലല്ലോ. ഇനി നമുക്കൊരു വാല്യൂസ് വേണമെങ്കിൽ മാറ്റി കൊടുത്തു നോക്കാം. ഇപ്പം നമ്മളൊരു വാല്യൂ തെറ്റി 150 കൊടുത്തു നിൽക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എറർ മെസ്സേജ് വരണണ്ട. അതിൻ്റെ ഹെഡിങ് ഇൻവാലിഡ് സ്കോർ, പ്ലീസ് ഇൻപുട്ട് 0 to 100 എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് കാണാം. ഇതുപോലെ നമുക്ക് ഏത് വാല്യൂസ് ആണെങ്കിലും നമുക്കപ്പോൾ വീണ്ടും ഒരു വാല്യൂ 100 കൊടുക്കാം. 100 കൊടുത്താൽ കുഴപ്പമില്ല. ഈവൻ നമുക്ക് 0 കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. 0ക്ക് മേലെയുള്ള ഒരു വാല്യൂ കൊടുത്താലും ഇപ്പം 101 കൊടുത്താൽ എൻ്റർ അടിച്ച് പുറത്ത് പോയി ക്ലിക്ക് ചെയ്താൽ ഈ മെസ്സേജ് വരും, ഇൻവാലിഡ് സ്കോർ, പ്ലീസ് ഇൻപുട്ട് 0 to 100. അപ്പം നമുക്കത് പറ്റില്ല. അപ്പോൾ നമ്മൾ പരമാവധി തെറ്റുകൾ നമുക്കിവിടെ ഒഴിവാക്കാൻ പറ്റും.
ഇനിയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയാണ് ഡാറ്റ വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ. ഇനിയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഓൾറെഡി വല്ല ഡാറ്റസ് തെറ്റി എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സർക്കിൾ ചെയ്ത് കാണിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി ഇതിൽ തെറ്റൊന്നുമില്ല, 0 to 100 ആണ്. നമുക്കിതിൽ എന്തെങ്കിലും വാല്യൂസ് തെറ്റാണെങ്കിൽ അത് നമുക്ക് സർക്കിൾ ചെയ്ത് കാണിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം ഇപ്പോൾ 0 to 100 മാറ്റി ക്രൈറ്റീരിയ മാറ്റാം. ഇത് സെലക്ട് ചെയ്യുന്നു, ഡാറ്റയിൽ പോകുന്നു, ഡാറ്റ വാലിഡേഷൻ ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണു, സെറ്റിങ്സിൽ 0 to 100 പകരം എന്ത് ചെയ്യണു, 50 to 100 കൊടുക്കാം. അതായത് നമ്മുടെ വാലിഡായ ഡാറ്റകൾ 50 മുതൽ 100 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ സെറ്റ് ചെയ്താൽ ഓൾറെഡി ഇതായതുകൊണ്ട് നമുക്ക് ഓൾറെഡി എൻഡഡ് ആണ്. അപ്പോൾ 50 മുതൽ 100 വരെയുള്ളത് മാത്രമാണ് വാലിഡ്. അപ്പോൾ ഇതിൽ വാലിഡ് അല്ലാത്ത കുറച്ച് വാല്യൂസ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മളിത് സെലക്ട് ചെയ്തിട്ട് ഡാറ്റയിൽ പോയിട്ട് ഡാറ്റ വാലിഡേഷനിൽ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ സർക്കിൾ ഇൻവാലിഡ് ഡാറ്റ എന്നുള്ളത് കൊടുക്കുക. ആ ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് കാണാം നമ്മളിപ്പോൾ വാലിഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് 50 മുതൽ 100 വരെയാണ്. അപ്പോൾ 50-ന് താഴെയുള്ള വാല്യൂസ് എല്ലാം എന്താണ്, സർക്കിൾ ചെയ്ത് കാണിക്കുകയാണ്. ഇതിൽ നമ്മുടെ ഹെഡിങ് സ്കോർ എന്നുള്ളതും സർക്കിൾ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, സ്കോർ എന്നുള്ള ഹെഡിങ് ആണ്. പക്ഷേ കമ്പ്യൂട്ടർ അത് 0 to 100 50 to 100 എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ആ ഒരു സെലക്ട് ചെയ്യുമ്പോൾ ഇത് ഒഴിവാക്കി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇത്രയാണ് ഡാറ്റ വാലിഡേഷനുള്ളത്. ഇനി കൂടുതലായിട്ടൊരു ഫീച്ചറും കൂടിയുണ്ട്. ഇപ്പം നമുക്ക് 50-ന് താഴെയുള്ള വാല്യൂസൊക്കെ സർക്കിൾ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാര്യം മനസ്സിലായി. നമുക്ക് വേണമെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഈ സർക്കിളൊക്കെ കളയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡാറ്റയിൽ പോയിട്ട് ഡാറ്റ വാലിഡേഷനിൽ പോയിട്ട് ക്ലിയർ വാലിഡേഷൻ സർക്കിൾ, ഈ വാലിഡേഷൻ റെഡ് സർക്കിൾസ് കളയാനുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അത് ക്ലിയർ ആയി കിട്ടും. ഇത്രയാണ് ഡാറ്റ വാലിഡേഷൻ എന്നുള്ള വീഡിയോയിൽ കൂടെ നമ്മൾ പഠിക്കുന്നത്. വളരെയധികം സിമ്പിളാണ്. വളരെയധികം പല മേഖലകളിലും ഡാറ്റ എൻട്രി ചെയ്യുന്നവർക്കെല്ലാം ഉപയോഗപ്രദമായ ഒരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.